നല്ല വിശേഷം ബാബു. മൂഞ്ചി തെറ്റി ഊന്നിയിരിക്കുക. നല്ല വിശേഷം. നല്ല വിശേഷം. ഭഗവാനെ കാത്തോടെ. അണ്ണാ ഞാൻ വാട്ടർ ടാങ്കിന്റെ മുകളില്. വാട്ടർ ടാങ്കിന്റെ പാതി തീട്ടൊക്കെ ശരിക്കും സെപ്റ്റിക് ടാങ്കിലാണ് വീഴേണ്ടത്, വാട്ടർ ടാങ്കിലല്ല. എന്നിട്ട് ഈകളെ നീ എവിടെയാണ്? ശരിക്കും സെപ്റ്റിക് ടാങ്ക്. ഞാൻ വാട്ടർ ടാങ്കിന്റെ മുകളില്. വാട്ടർ ടാങ്കിന്റെ പാതി തീട്ടൊക്കെ ശരിക്കും സെപ്റ്റിക് ടാങ്കിലാണ് വീഴേണ്ടത്, വാട്ടർ ടാങ്കിലല്ല. എന്നിട്ട് ഈകളെ നീ എവിടെയാണ്? സരക്കണ്ണ മിസ് ചെയ്യുന്നല്ലേ? സരക്കണ്ണ നാർപ്പി വന്നായിരുന്നേ. അപ്പൊ അവൻ എന്താന്ന് പറഞ്ഞ തടവിക്കൊണ്ടിരുന്ന, അവൻ എന്താ തടവിക്കൊണ്ടിരുന്നേ? തടവ് അവൻ മുട്ട അവൻ എണ്ണയൊക്കെ എടുത്ത് മുട്ടൻ തളക്. കുറച്ച് കഴിഞ്ഞപ്പോ പറഞ്ഞത് ഞാൻ ഉദ്ദേശിച്ച ആളല്ല. ഇപ്പോഴത്തെ പിള്ളേരുടെ ക്ലാസ് ടീച്ചർ സത്യം എനിക്കുണ്ടായിരുന്നു. ലളിതാമ്മ ടീച്ചർ ഉണ്ട കണ്ണാടിയും നോക്കുമ്പോഴേ പേടിച്ചു വന്നൊരു ടീച്ചർ. അത് എനിക്കൊന്നല്ല, എല്ലാവർക്കും ഉണ്ട്. എല്ലാവർക്കും അങ്ങനെ ടീച്ചർമാര് കാണും. ലളിതാമ്മ അങ്ങനെ എന്തേലൊക്കെ ഒരു ടീച്ചർ കാണും. ടീച്ചറെ കത്തോടെ കാണുമ്പോഴേ പേടിയാ. വലിയ പൊട്ട്, ഉണ്ട കണ്ണാടി ഇങ്ങനെ ഇങ്ങനെ നോട്ടം നോക്കണം. അപ്പോഴേ നമ്മള് പേടിക്കും. അപ്പോഴേ പേടിക്കും. ലളിത മറിയാമ്മ, ജയ മിസ്, അതന്നെ ജയ, എല്ലാം ഉണ്ട്. സുമതി മിസ് ഒക്കെ ഉണ്ടായിരുന്നു എനിക്ക്. എപ്പോഴും സ്തുതിയായിരിക്കും. ഇതിന്റെ അടി ഉണ്ടാകുമ്പോൾ പ്രതീക്ഷിക്കുന്നത് സംഭവിക്കുന്നത് സത്യം. ചങ്ക് 4 പെഗിന് ശേഷം അവന്റെ ബ്രേക്കപ്പിന്റെ കഥ പറഞ്ഞു. അല്ലെങ്കിൽ ഈ കാലത്തൊക്കെ ആരാ വെള്ളം അടിച്ച് കരയുന്നത്? ഇപ്പോഴത്തെ ഇത് ഇപ്പൊ കുറവാ കേസ് വെള്ളം അടിച്ചൊക്കെ കരയുന്നത്. ഇപ്പം എല്ലാരും ഇപ്പം എങ്ങനെ, ഇന്നലെ ഇതേ കഥ തന്നെ, മിനിഞ്ഞാന്നും ഇതേ കഥ തന്നെ, വർഷങ്ങളായി. ഞാൻ ഇതുവരെ അങ്ങനെ കരഞ്ഞിട്ടില്ല. നിന്റെ കഥ എന്റെ വിധി. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഇങ്ങനത്തെ കേസിനൊന്നും. ഇതൊക്കെ ചൈൽഡിഷ്. നമുക്ക് എപ്പോഴും ജീവിതത്തിൽ വേണ്ടുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയോ നിങ്ങൾക്കത്? ക്ഷമിക്കാനുള്ള കഴിവ്. അതായത് ഒരാളൊരു വാക്ക് പറഞ്ഞിട്ട് അത് പാലിക്കാൻ പറ്റിയില്ലെങ്കിലോ, അല്ലെങ്കിൽ ഒരാളൊരു തെറ്റ് ചെയ്താലോ അത് ക്ഷമിച്ച് മുമ്പിലേക്ക് പോകാനുള്ള ഒരു മനസ്സാണ് എല്ലാവർക്കും വേണ്ടുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നിങ്ങൾ ജീവിതത്തിൽ കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ സക്സസ് ആവും. നിങ്ങൾ ക്ഷമിച്ചു. ഇപ്പൊ എന്നെ അടുത്ത വന്ന് മൈരേന്ന് വിളിച്ച്, എടാ മോനെ ക്ഷമിച്ചടാ കുണ്ണേ, ക്ഷമിച്ചു ഞാൻ. ഹലോ ഹലോ ഹലോ. ഇതേ കണ്ട എനിക്ക് കണ്ടേ. നമ്മൾ ക്ഷമിക്കാനാണ് പഠിക്കേണ്ടത് ആദ്യം.
എന്റെ ഇങ്ങനത്തെ വീഡിയോ വരാതെ എന്താണെന്നറിയാവോ? മമ്മി പിന്നെ കാരണം ഞാൻ അത് അധികം വെച്ചാൽ എന്തോ ഇതുപോലത്തെ വ്ളോഗിലൊന്നും ഇങ്ങനെ തിളങ്ങി നിന്നിട്ട് അങ്ങനെ ചെയ്തിട്ടില്ല. അത് ചെയ്യുമ്പോ എന്റെയും വരും. ഇല്ല guys, ഞാൻ സൂൺ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യില്ല, അതിൽ നിന്ന് വരില്ല. പിന്നെ നിങ്ങളുടെ ഒരു ഫേവറേറ്റ് വ്ളോഗ് ഞാൻ ഇത് ഉറപ്പ് വരാം guys. ഞാൻ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാല് മാക്സിമം ചിലപ്പോൾ ഒരു 6 മിനിറ്റ് ഒക്കെ വ്ളോഗ് കാണും. പക്ഷെ 6 10 12 മിനിറ്റ് 15 മിനിറ്റ് മാക്സിമം. പക്ഷെ മാക്സിമം എന്റർടൈൻ ചെയ്ത് ഞാൻ വ്ളോഗ് ഇടും, അല്ല ഞാൻ ഇടൂല. അതും വ്ളോഗിലെ മെയിൻ ക്യാരക്ടേഴ്സ് വള്ളി തീംസ് ആയിരിക്കും. ഞാൻ ബോബോയ് മാമൻ. ready, 1, 2, 3. പതുമ പാത്രക്കണ്ണിൽ പാത്രക്കണ്ണി കൊണ്ടപ്പം ചുട്ടപ്പം കരിഞ്ഞു പോയി വന്ന മാപ്പള തെറ്റിപ്പോയി തീപ്പെട്ടി മേപ്പോട്ടെറിഞ്ഞപ്പോ തീപ്പെട്ടി വീണത് മേപ്പടിമേ തീപ്പെട്ടി എടുക്കാൻ ബാപ്പുട്ടി പോയത് ബാപ്പുട്ടി വീണത് മറുപടിമേ. എന്തൊരു പാട്ടടാ! ഞാൻ കണ്ട് KCB മൂട്ടൂർ. അതൊക്കെ ഡെയിലി വ്ളോഗ് ഒന്നുമില്ല വല്ലപ്പോഴും. അങ്ങനെ ചിന്തിച്ചുകൂടാ. ഇങ്ങനെ അങ്ങനെ ചിന്തിക്കാൻ പോലും പാടില്ല. അതാണ് ഞാൻ ചിന്തിച്ചൊന്നുമില്ല അങ്ങനെ. CBSE ട്രെൻഡ് പടക്കുന്ന മീനോ? എടായി കോഫി. അയ്യേ ഇതൊക്കെ സ്പീഡ്. What? ഓ ഇത് ഭയങ്കര ഇമോഷണൽ സീനാ. Monkey? What did you just call me, boy? Where your mom at? This your son? This your son right here? Yeah. So your son right here, he's hey, guess what he called me? എന്ത് വിളിച്ചെന്നറിയാവോ? ലോകത്തിലെ ഏറ്റവും നല്ല യൂട്യൂബർ എന്നാണ് വിളിച്ചത് സ്പീഡിനെ. എന്നാ വിളിച്ചെന്നാണ് സ്പീഡ് അവിടെ പോയി പറഞ്ഞത്. സീനില്ലേ? എന്റെ മക്കൾക്കും ഞാൻ ഇതുപോലെ നമ്മളിങ്ങനെ മക്കളെ കുറിച്ച് ചിന്തിക്കണ്ട, കാരണം നമുക്ക് പെണ്ണില്ലല്ലോ.